ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ, മലയാളക്കരയുടെ അഭിമാനപുത്രി, വിശുദ്ധിയുടെ പരിമളത്താൽ ഈ ഭൂവിൽ വിരാജിക്കുന്ന യേശുവിൻ്റെ പ്രിയ മണവാട്ടി വിശുദ്ധ അൽഫോൻസ. ഭരണജ്ഞാനത്തെ ഭാരതത്തിൻ്റെ ലിസ്യോയാക്കി മാറ്റിയ വിശുദ്ധ അൽഫോൻസാമയുടെ കബറടത്തെങ്കിലേക്ക് ഇന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി സർവേശ്വരനോട് നിരന്തരം മാധ്യസ്ഥം അപേക്ഷിക്കുന്ന വിശുദ്ധ അൽഫോൻസാമയുടെ വിശുദ്ധി നേരിട്ട് അനുഭവിച്ചവർ ഇന്ന് വിരളമാണ്. കാരണം വർഷങ്ങൾ ഏറെ പിന്നിട്ടിരിക്കുന്നല്ലോ. എന്നാൽ ഇതാ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷം. വിശുദ്ധ അൽഫോൻസാമയുമായി 10 വർഷത്തിലേറെ അടുത്ത പരിചയമുണ്ടായിരുന്ന 98 വയസ്സുള്ള അച്ചാമ്മ അമ്മച്ചിയുടെ അടുത്താണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ചുള്ള അമ്മച്ചിയുടെ ഓർമ്മകൾ നമുക്ക് കേട്ടാലോ? അമ്മച്ചി, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അമ്മച്ചിയെ കാണുന്നില്ല. കാരണം വിശുദ്ധരോടൊപ്പം ജീവിക്കുന്നവരെയും വിശുദ്ധരെ കാണുകയും അവരുടെ സംസാരം കേൾക്കുകയും അവരുടെയൊക്കെ ജീവിതം കാണുകയും ചെയ്തവരെ കണ്ടുമുട്ടുക എന്നുള്ളത് വളരെയധികം അനുഗ്രഹമായ ഒരു വലിയ സംഭവമാണ്. അപ്പം അമ്മച്ചിയോടൊപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ്. അമ്മച്ചിക്ക് ഇപ്പം 98 വയസ്സായല്ലേ അമ്മച്ചി? 98 വയസ്സായി. 98 വയസ്സായി അമ്മച്ചി വിശുദ്ധ അൽഫോൻസാമയെ നേരിട്ട് കണ്ടു. അതുമല്ല, വിശുദ്ധ അൽഫോൻസാമ അമ്മച്ചിയെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടെ. ശരിയല്ലേ? വേദപാഠം പഠിപ്പിച്ചല്ലേ? അൽഫോൻസാമ നല്ലൊരു ടീച്ചറായിരുന്നോ? നല്ല ടീച്ചറായിരുന്നു. അൽഫോൻസാമ ഞങ്ങളിങ്ങനെ ചരിത്രത്തിലൊക്കെ ഞങ്ങളിങ്ങനെ വായിച്ചിട്ടുണ്ട്. അൽഫോൻസാമ ഒത്തിരി സുഹൃതങ്ങൾ പഠിപ്പിക്കുകയും സുഹൃതം ചെയ്യുകയും ത്യാഗം ചെയ്യുകയൊക്കെ ചെയ്ത അൽഫോൻസാമയാണെന്നാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെ അൽഫോൻസാമ അമ്മച്ചിയെ ഇങ്ങനെ പഠിപ്പിച്ച സമയത്ത് എന്തെങ്കിലും സുഹൃതം വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? പരിസ്ഥാനാശ്രീ പറയമേ, എൻ്റെ മാതാവേ, എൻ്റെ ഹൃദയം അങ്ങനത്തെ കുമാരന് യോഗ്യതയുള്ള ഒരു ഇരിപ്പിടമാക്കി തീർക്കണമായിരുന്നു. അയ്യോ, നല്ലൊരു സുഹൃതം. ഇത് എപ്പം ചെല്ലണമെന്നാ അൽഫോൻസാമ പറഞ്ഞേ? അൽഫോൻസാമ കുർബാന കൈക്കൊള്ളുന്നതിന് മുമ്പല്ലേ? അത് കൊച്ചു പിള്ളേരും കുർബാന കഴിക്കുന്നതിന് മുമ്പ് കൊച്ചു പിള്ളേർക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കുർബാന കഴിക്കുന്നതിന് മുമ്പ് ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു അൽഫോൻസാമയുടെ? വളരെ സന്തോഷമായിട്ടുള്ള ഇടപെടലായിരുന്നു. ഇപ്പോഴും നല്ല സന്തോഷമാണ്. അൽഫോൻസാമയുടെ ഇങ്ങനെ ഈ സഭാവസ്ത്ര സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ടേ അതുമായിട്ട് എന്തെങ്കിലും അമ്മച്ചിക്ക് അറിവുണ്ടോ? സഭാവസ്ത്രത്തിന് അമ്മക്ക് മാലയൊക്കെ ഇടുമായിരുന്നു. ഞങ്ങളും കേട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ സന്യാസ നിയമത്തിൽ സഭാവസ്ത്രം സ്വീകരിക്കുന്നതിന് മുമ്പ് വിവാഹത്തിന് ഒരുങ്ങി പോകുന്നത് പോലെ തന്നെ പോകുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നത് ഞങ്ങളും കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അമ്മച്ചിക്ക് എന്താ അറിയാവുന്നേ? എൻ്റെ ചേട്ടത്തിയുടെ പവന്മാലയൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. അത് ശരി. അത് എത്ര പവനുണ്ടായിരുന്നു? അതല്ല, 12 പവനായിരുന്നു. അതെ അല്ലേ? അതിട്ടോണ്ട് അൽഫോൻസാമ പോയത്. എന്നിട്ട് പിന്നെ ഈ സ്വർണ്ണം എന്നാ ചെയ്തു? ഈ സ്വർണ്ണം തിരിച്ച് അത് താഴെ ഇട്ട് ചവിട്ടിയായിട്ടാ പോയത്. അങ്ങനെ അന്നത്തെ ആ രീതി അതായിരുന്നായിരിക്കും. കാരണം ലോകത്തെയും ലോകത്തിലെ സകല കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടായിരിക്കും അല്ലേ? അതിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മച്ചിയുടെ കയ്യിൽ അങ്ങനെ ഒരു കുഞ്ഞു പവൻ കിട്ടിയെന്നും, എന്നിട്ട് അമ്മച്ചിയുടെ പിള്ളേരെ എല്ലാം ഉണ്ടായപ്പം ഈ പവൻ അരച്ച് നാവി വെച്ചെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു അമ്മച്ചി? അങ്ങനെയായിരുന്നു. പിള്ളേരുണ്ടാകുമ്പം സ്വർണ്ണം അരച്ചു കൊടുക്കുമായിരുന്നു. അത് ഈ അൽഫോൻസാമയ്ക്ക് കൊടുത്ത സ്വർണത്തിന്റെ ആയിരുന്നല്ലേ? അത് ആ പവൻ ഇപ്പോഴും ഉണ്ടോ കയ്യില്? ഉണ്ട്. അതെ അല്ലേ? അതാണോ ഈ കാണുന്ന പവന്? അത് തന്നെ, ആ പവന. അതെ അല്ലേ? ഓ, അന്നത്തെ പവനായിരുന്നല്ലേ? അതെ. അമ്മച്ചിക്ക് എത്ര പിള്ളേരായിരുന്നു? എനിക്ക് 7 പേര്. അപ്പൊ 7 പിള്ളേരുടെയും നാവില് ഈ പവൻ അരച്ചു കൊടുത്തു അല്ലേ? കൊടുത്തു. ഓ, അത് എന്തൊരു ഭാഗ്യ, എന്തൊരു അനുഗ്രഹമാണത്. അമ്മച്ചിക്ക് അൽഫോൻസാമയെ വലിയ ഇഷ്ടമായിരുന്നോ? അയ്യോ, എനിക്ക് എന്നാ ഇഷ്ടമായിരുന്നു. അൽഫോൻസാമ മരിച്ചെന്ന് കേട്ടപ്പോൾ തുടങ്ങി ഞാൻ ഒന്നും കഴിക്കുകയില്ല. അയ്യോ, ഭയങ്കര സങ്കടമായിപ്പോയി മരിച്ചെന്ന് കേട്ടപ്പോൾ. എൻ്റെ വീട്ടിൽ വന്നേച്ച് ഒരു ഭരണജ്ഞാനത്തുനിന്ന്
2 മൈലുണ്ട്. ആരാണോ പറഞ്ഞു വിട്ട അൽഫോൻസാമ്മ ഇന്ന് ഉച്ചയായപ്പം മരിച്ചു, നാളെ അടക്കുമെന്ന്. അയ്യോ, ഞാനത് കേട്ട് ഞാനും എൻ്റെ അമ്മയുടെ അനിയത്തിയും കൂടെ ഭരണങ്ങാനത്തിന് പോയി. അന്നേരം അവിടെ ശവമന്ത് കിടത്തിയിരിക്കുക ചാപ്പലിൽ. അൽഫോൻസാമ്മയെ മരിച്ച് ഞാനന്നേരം മുത്തിയോ അൽഫോൻസാമ്മയെ? ഓ, എന്നാ വലിയ ദൈവാനുഗ്രഹം അല്ലേ. ഒരു വിശുദ്ധയെ പോയി അൽഫോൻസാമ്മയെ പോയി അമ്മച്ചി മുത്തി. എന്നിട്ട് അത് കഴിഞ്ഞേച്ച് പള്ളിയിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ പിന്നെ കുംസാരക്കാരൻ അച്ഛനും വന്നു. അച്ഛൻ വന്നു വെച്ച് പറഞ്ഞു, അധികം താമസിയാതെ ഈ ഭരണങ്ങാനം ഒരു തീർത്ഥസ്ഥലമായി തീരുന്നു. അയ്യോ, അധികം താമസിയാതെ. എന്നിട്ട് അൽഫോൻസാമ്മയുടെ ഉപയോഗിച്ച സാധനങ്ങളോ വല്ലതും അമ്മച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതല്ലേ ഈ പവമല്ല. ഈ പവന അല്ലാതെ ഉപയോഗിച്ചിരുന്ന തുവാല കിട്ടി. അന്ന് അൽഫോൻസാമ്മ മരിച്ച സമയത്ത് അമ്മച്ചിക്ക് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നോ? എനിക്ക് 20 വയസ്സ്. അന്ന് അമ്മച്ചിയുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. എൻ്റെ അമ്മ പറയായിരുന്നു, ഇവക്കൊരു നല്ല ചെറുക്കനെ കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് അൽഫോൻസാമ്മയോട്. ഞാൻ പറഞ്ഞു, എന്നെ ഒന്നും കെട്ടിക്കണ്ട, ഞാൻ മടത്തി പോകുന്നു. അയ്യോ, അമ്മച്ചിക്ക് അപ്പം മടത്തി പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? അത് ചുമ്മാ പറഞ്ഞതല്ല. അത് ശരി. എനിക്കൊക്കെ മറന്ന്. അതെ, അന്നേരം അൽഫോൻസാമ്മ അൽഫോൻസാമ്മ അമ്മയെ വിളിച്ചിരുന്നത്. ചാച്ചിയുടെ ആലത്തുക ഇറങ്ങുന്നോളാ മടത്തി പോകുന്നതെന്ന് എന്ന് പറഞ്ഞു. ആലെന്ന് പറയാ മടത്തി പോകുന്നു. എന്നിട്ട് അമ്മച്ചിയുടെ കല്യാണം പിന്നെ എന്നാ കഴിഞ്ഞേ? അൽഫോൻസാമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലേ? മരിച്ചു കഴിഞ്ഞതിന് ശേഷം. അതെ. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് അമ്മച്ചിക്ക് ഈ അൽഫോൻസാമ്മയുടെ വക എന്തെങ്കിലും സമ്മാനം വല്ലതും കിട്ടിയിട്ടുണ്ടോ? എനിക്ക് തരാൻ വേണ്ടിയിട്ട് തുവാല തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആണോ? കിട്ടിയില്ലേ? അതിന് പകരം ഉപയോഗിച്ച തുവാല വന്നു. അതാണോ ഇത്? സിസ്റ്റർ തയ്ച്ച്. ഇത് അൽഫോൻസാമ്മയുടെ പേരെഴുതിയല്ലേ? അപ്പൊ അൽഫോൻസാമ്മയുടെ പേരെഴുതിയൊരു തുവാല അമ്മച്ചിക്ക് സമ്മാനമായിട്ട് കിട്ടുകയും ചെയ്തു. ഈ അൽഫോൻസാമ്മയുടെ ഈ മരണവാർത്ത അറിഞ്ഞ് അമ്മച്ചി ഓടി വന്ന് അൽഫോൻസാമ്മയുടെ ആദ്യം തൊട്ട് അല്ലെങ്കിൽ അടക്കത്തിൻ്റെ ആദ്യം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ആ ചടങ്ങിലെല്ലാം പങ്കെടുത്തോ? ഞങ്ങൾ പിറ്റേ ദിവസമാണല്ലോ പോയത്. പിറ്റേ ദിവസമാണ് പോയെ. അന്നിങ്ങനെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അടക്കിനൊന്നും അധികം പേരൊന്നും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നല്ലേ? അൽഫോൻസാമ്മയുടെ വീട്ടിൽ നിന്ന് വന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനും പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയും അമ്മയുടെ ചേട്ടത്തിയുടെ മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടല്ലേ? അൽഫോൻസാമ്മ അന്ന് മരിച്ച് അടക്കി കഴിഞ്ഞതിന് ശേഷം തൊട്ടേ അമ്മച്ചിക്ക് ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നോ അൽഫോൻസാമ്മ ഒരു വിശുദ്ധയാകൂന്ന്? ആരെല്ലാം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നോ അന്ന്? ഇതൊരു പുണ്യവതിയാണ്, ഇതൊരു അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അധികം താമസിയാതെ ഈ ഭരണങ്ങാനം ഒരു തീർത്ഥസ്ഥലമായി തീരും. അമ്മച്ചി അൽഫോൻസാമ്മയുടെ മരണശേഷമേ അൽഫോൻസാമ്മയ്ക്ക് 36 വയസ്സുള്ളപ്പോഴാണല്ലോ മരിക്കുന്നേ. മരണം കഴിഞ്ഞ ശേഷം അമ്മച്ചി അൽഫോൻസാമ്മയോട് മാധ്യസ്ഥം വഹിച്ച് എന്ത് പ്രാർത്ഥിച്ചായിരുന്നു? പിന്നെ 36 ഹിമത്തെണ്ണം വെക്കും. 36. അത് അന്ന് തൊട്ടേ തുടങ്ങിയായിരുന്നോ? അന്ന് തൊട്ടേ തുടങ്ങിയായിരുന്നു. ഇപ്പോഴും ചെല്ലുന്നുണ്ടോ? ഇപ്പോഴും ഉണ്ടല്ലേ? എത്രയോ വർഷമായി. പിന്നെ പറഞ്ഞു കേട്ടില്ല ഒരു ചാക്ക് സുഹൃത്തുമൊക്കെ, അതെന്തായിരുന്നു അമ്മച്ചി? അൽഫോൻസാമ്മ ഒരു ചാക്ക് നിറയാൻ സുഹൃതം ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്നതെന്ന്. അയ്യോ, അതൊന്നുകൂടെ പറഞ്ഞേ, നല്ല കാര്യം, ഒന്നുകൂടെ കേൾക്കാം. ഒരു ചാക്ക് നിറയെ സുഹൃതമല്ലല്ലോ, സുഹൃതങ്ങൾ. ഒരു ചാക്ക് നിറയെ സുഹൃതങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്നു. ഇപ്പൊ അമ്മച്ചി അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. എന്താ അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കുന്നത് ഇപ്പം? ഞാൻ മരിക്കുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ വരണമെന്ന്. ഈശോയെ നന്ദി, ഞാൻ മരിക്കുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ വരണമെന്നല്ലേ?
ഉറപ്പായിട്ട് സ്വർഗത്തിൽ അൽഫോൻസാമ്മ ഉണ്ടല്ലോ. ഉണ്ട്. ആ, അമ്മച്ചിയെ നല്ല ഓർമ്മയും കാണും അൽഫോൻസാമ്മയ്ക്ക് നന്നായിട്ട്. കാരണം അമ്മച്ചിയുടെ കല്യാണത്തിന് വേണ്ടി ഒരു സമ്മാനമൊക്കെ അൽഫോൻസാമ്മ കൊടുത്തതല്ലേ. ഞങ്ങളിങ്ങനെ പുസ്തകത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അൽഫോൻസാമ്മ ഇങ്ങനെ ഓരോ ചാമ്പങ്ങ പറിച്ചിങ്ങനെ വെക്കും. കുട്ടികൾ ഓടിയ ഇന്റർവെൽ സമയത്തൊക്കെ ചെല്ലുമ്പം രോഗിയായി കിടന്നപ്പോഴേ ആ ഒരു ജനലിൻ്റെ സൈഡിലായിരുന്നു അൽഫോൻസാമ്മയുടെ റൂമൊന്നും. എന്നിട്ട് പിള്ളേർ വന്നു കഴിയുമ്പോൾ ഓരോ ചാമ്പങ്ങ എടുത്ത് കൊടുക്കുന്നു. അത് കിട്ടിയിട്ടുണ്ടോ അമ്മച്ചിക്ക് അങ്ങനെ വല്ലോ? ചാമ്പങ്ങായ ഞാനങ്ങനെ പോയിട്ടില്ല, ഞാൻ നേരെ ചെല്ലുകൊള്ളല്ലോ. നേരെ ചെല്ലുള്ളൂ. അപ്പൊ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പരസ്പരം അൽഫോൻസാമ്മയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അവരൊക്കെ പറയായിരുന്നു എന്നാ അച്ചാമ്മയുടെ അൽഫോൻസാമ്മയാണ്. ശരി, അച്ചാമ്മയുടെ അൽഫോൻസാമ്മ. ആ, അമ്മച്ചിയുടെ പേര് അച്ചാമ്മയെന്നല്ലേ? ആ, അച്ചാമ്മയുടെ അൽഫോൻസാമ്മയെന്നാ പിള്ളേരെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നേ. ജ്ഞാനം 6:10. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. സഹനമെന്ന വിശുദ്ധ ദാനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് തൻ്റെ വിശുദ്ധിക്കുള്ള ഒരു ഗോവണിയാക്കി മാറ്റിയ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മയെ കാണുവാനും സംസാരിക്കുവാനും ഒപ്പമായിരിക്കുവാനും സാധിക്കുന്നതൊക്കെ എത്ര വലിയ അനുഗ്രഹമാണ് അല്ലേ? വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.